പറഞ്ഞു. വാപ്പാക്ക് സംഭവം പിടുത്തം കിട്ടി. വാപ്പ പറഞ്ഞു, മോനെ ഐസേ നീ പേടിക്കണ്ട, യാക്കൂബ് അള്ളാഹുവിൻ്റെ അലംഘനീയമായ തീരുമാനങ്ങളും വിധികളുമൊക്കെയല്ലേ നടക്കൂ. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ വലിയ രാജപദവി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാം, നീ ക്ഷമിക്കൂ എന്ന് വാപ്പ പറഞ്ഞെങ്കിലും അവിടുന്ന് ധീരനായ ഐസ് മൊഴി കേട്ട് വാദിക്കും ഞാൻ യാക്കൂബ എണ്ടും മൂത്തോറുറ്റതായി കൂട്ടി പറഞ്ഞോബാ. ഞാനിഞ്ഞ് യാക്കൂബിനെ വധിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂന്നും പറഞ്ഞ് കത്തിയെടുത്ത് പുറപ്പെടുകയാണ്. വാപ്പ സമാധാനിപ്പിക്കുന്നു. വീണ്ടും വാപ്പ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അഴകായ ഭരണത്തിൻ വഴിയാണ് ഉലകിൽ അവസാനം വരെ നടന്നിടാനായേ, അളവില്ല വിധ പലതും പിത കൂറി ഐസില്ലാനുജന വധിക്കാനുൾ മുറാതേറി. അങ്ങനെ വാപ്പ സമാധാനപ്പെടുത്തി, മോനെ നിൻ്റെ പിറകിൽ നിനക്ക് വലിയ രാജാവാകാനും വലിയ സമ്പത്തുള്ള വ്യക്തിയാകാനും നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം. അഴകായ ഭരണത്തിൻ വഴിയാണ്, ഇനി കന്നാനൊക്കെ ഭരിക്കേണ്ടത് നീയാണ്, നിനക്ക് വലിയ രാജാവാകാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യാം. യാക്കൂബ് അങ്ങനെ തട്ടിയെടുത്താലും അതൊരു പ്രശ്നമാക്കണ്ട, കാര്യമാക്കണ്ട. അളവില്ല പിതാപരതും പിതാകൂറി ഐസിൽ അനുജനാവധിക്കാനുള്ള മുറാദേറി. അതൊന്നും പറഞ്ഞിട്ട് ഐസ് അവിടേക്ക് ചെവി കൊടുക്കുന്നില്ല. ഐസ് ഇനി യാക്കൂബിനെ ശരിയാക്കിയിട്ട് ബാക്കി കാര്യമുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ കത്തിയുമായി ഇങ്ങനെ നടക്കുകയാണ്. ഈ സമയം കളങ്കം തയ്യാറിന്തുടൻ യാക്കൂബേ കൂഫി കടം തോയി പാതിയും വിട്ടനെ ജീവേ, വളർമ പൊന്മകനെ നീ ഒളിച്ചോളി ഐസ് വാദിക്കും നീ നജ്റാനിൽ വസിച്ചോളി. ആ സമയം യാക്കൂബിനോട് കൂടുതൽ സ്നേഹമുണ്ടായിരുന്നത് ഉമ്മക്കാണെന്ന് പറഞ്ഞല്ലോ. ഉമ്മ പറഞ്ഞു, മോനെ ഒരു രക്ഷയുമില്ല, ഐസ് നിന്നെ കണ്ടാൽ കണ്ടിടത്ത് വെച്ച് കൊല്ലാൻ വേണ്ടി റെഡിയായി നടക്കണം. അതുകൊണ്ട് ഉമ്മയുടെ കുട്ടി ഇവിടുന്ന് സ്ഥലം വിട്ടോ. എൻ്റെ ആങ്ങള നിൻ്റെ അമ്മാവൻ അവിടെ നജ്റാൻ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, അവിടേക്ക് സ്ഥലം വിട്ടോ, അവിടെ പോയി ഐസിൻ്റെ പകയൊക്കെ മാറുന്നത് വരെ അവിടെ പോയി താമസിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഐസിനെ ഉമ്മ യാത്രയക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. രംഗം മഹാകവി മുത്തുക്കോയ തങ്ങൾ അന്തറോബ്ദി വിവരിക്കുന്നു.